CCAT-ന്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിന് തുടർച്ചയെന്നോണം ദൈവം നൽകുന്ന രക്ഷ നിയമവും കൃപാവരവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സാലോൺ TV പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ അഭിമന്യമാർ ജോസഫ് പാമ്പളാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പുളിങ്ങോം സെൻറ് ജോസഫ് ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ടീച്ചറുടെ പേരെന്താണ്? അമൽ റാണി. ഓക്കെ, ചോദ്യം എന്താണ്? പിതാവേ, സ്നേഹമാണല്ലോ എല്ലാ സുഹൃതങ്ങളുടെയും കൽപ്പനകളുടെയും നിയമങ്ങളുടെയും എല്ലാ ക്രൈസ്തവ പ്രവർത്തനങ്ങളുടെയും രാജ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ എല്ലാ മനുഷ്യർക്കും പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് പോലും സാധിക്കാതെ വരുന്നത്? യെസ്, ടീച്ചറിൻ്റെ ചോദ്യം സ്നേഹമാണ് എല്ലാത്തിൻ്റെയും പൂർണ്ണത, എല്ലാത്തിൻ്റെയും രാജ്ഞിയായിട്ടുള്ളത്. എന്നിട്ടും എന്തുകൊണ്ട് ക്രിസ്ത്യാനിക്ക് സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്, അല്ലേ? അതെന്തുകൊണ്ടാണ് എന്ന് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ, നമ്മളിലെ സ്വാർത്ഥത, നമ്മിലെ അഹന്ത, നമ്മിലെ ദ്രവ്യാഗ്രഹം, നമ്മിലെ ജഡികാസക്തി, ഇതൊക്കെയുമാണ് പലപ്പോഴും നമ്മളെ സ്നേഹത്തിന് വിരുദ്ധമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അതായതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ, നന്മ എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയല്ല, പക്ഷേ ആ നന്മയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ അതിജീവിക്കാൻ നമ്മൾ ഇതുവരെയും പഠിച്ചിട്ടില്ല, പ്രാപ്തരായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ അവസ്ഥയിലും സ്നേഹിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത്. നമുക്ക് ഗുണകരമാണ്, പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാത്തപ്പോൾ സ്നേഹിക്കാൻ നമുക്ക് എളുപ്പമാണ്. അതേസമയം നമ്മളെ മുച്ചൂടും നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയെ സ്നേഹിക്കാനും ആ വ്യക്തി മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളെ, അപമാനങ്ങളെ കൈവിട്ട് കളയാനും സാരമില്ല എന്ന് വയ്ക്കാനും പറ്റുമ്പോഴാണ് അത് യഥാർത്ഥ ക്രിസ്തീയ സ്നേഹമാകുന്നത്, അല്ലേ? ക്രിസ്തീയ സ്നേഹത്തിൻ്റെ കാഴ്ചപ്പാടിലല്ല കുഴപ്പമുള്ളത്. ക്രിസ്തീയ സ്നേഹത്തെ മനസ്സിലാക്കുന്നതിലും അത് ജീവിക്കുന്നതിന് വേണ്ടി കൊടുക്കേണ്ടി വരുന്ന വില കൊടുക്കാനുമുള്ള നമ്മുടെ മനസ്സില്ലായ്മയാണ് പലപ്പോഴും ഇവിടെ പ്രശ്നമാകുന്നത്. അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ, നമ്മിലെ പാപാസക്തികളാണ് സ്നേഹത്തിൻ്റെ ദിവ്യപ്രമാണങ്ങളെ അതിലംഘിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. സ്നേഹമായി തുടങ്ങുന്നതാണ് പലതും, പക്ഷേ എന്നിട്ട് അത് തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാറുമുണ്ട്, അല്ലേ? സ്നേഹം മനുഷ്യനെ വല്ലാതെ ആകർഷിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമുക്കറിയാം, എല്ലാ സൗഹൃദങ്ങൾ, ബന്ധങ്ങളൊക്കെയും സ്നേഹമായി തുടങ്ങുന്നു. പക്ഷേ അത് എവിടെയോ വെച്ച് സ്വാർത്ഥതയ്ക്കും ജഡത്തിനും ഒക്കെ വഴിപ്പെട്ടു പോകുമ്പോൾ യഥാർത്ഥ സ്നേഹം തന്നെ തിന്മയായി പരിണമിക്കുന്ന സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് സ്നേഹത്തിനല്ല കുഴപ്പം, സ്നേഹം ജീവിക്കുന്നതിൽ നമ്മുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ കടന്നു വരുമ്പോഴാണ് അടിസ്ഥാന പ്രശ്നം. ഇത്ര വ്യക്തമായല്ലോ, അല്ലേ? അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, സാറാണ്. സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് രാജു. രാജു സാറ്. സാറിൻ്റെ ചോദ്യം എന്താണ്? ചോദ്യം ഇതാണ്: ധാർമ്മിക മൂല്യങ്ങളും ഭൗതിക മൂല്യങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിൽ ഈ കാലഘട്ടത്തിൽ വളരെയധികം ശോഷണം സംഭവിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ മൂല്യങ്ങൾ നല്ല രീതിയിൽ അടുത്ത തലമുറയ്ക്ക് എങ്ങനെ നമുക്ക് കൈമാറാൻ കഴിയും? മൂല്യങ്ങൾ കുറഞ്ഞതുകൊണ്ട് ഈ സമൂഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? യെസ്, ധാർമ്മിക മൂല്യങ്ങൾ സമൂഹത്തിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതെങ്ങനെ വരും തലമുറയ്ക്ക് കൈമാറാൻ പറ്റും എന്നാണ് സാറിൻ്റെ ചോദ്യം, അല്ലേ? സാറ് എന്ത് ചിന്തിക്കുന്നു? ഇതെങ്ങനെ കൈമാറാൻ പറ്റും? സാറിന് വല്ലോ ഇത്രയും കാലം ജീവിക്കുകയും വളരെ ചിന്തിക്കുകയും ചെയ്ത് ചിന്തിച്ച് മുടി തന്നെ പോയി സാറിൻ്റെ, അല്ലേ? അപ്പോൾ ഈ ചിന്തകളുടെ വെളിച്ചത്തിൽ, പ്രായത്തിൻ്റെ അനുഭവജ്ഞാനത്തിൽ സാറിന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് മൂല്യങ്ങൾ കുറേ കൂടി ഫലവത്തായി വരും തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നത്
നമ്മുടെ ജീവിതത്തിൽ നമ്മളതിനൊരു സാക്ഷ്യമായി മാറിയാൽ അത് കണ്ട് അടുത്ത തലമുറ അതിലേക്ക് അനുകരിക്കും. യെസ്, സാറ് പറഞ്ഞത് വളരെ നല്ല ഒരു സത്യമാണ്. മൂല്യങ്ങൾ കൈമാറുന്നത് എപ്പോഴും സാക്ഷ്യ ജീവിതത്തിലൂടെയാണ്, അല്ലേ? സാക്ഷ്യ ജീവിതത്തിൻ്റെ കുറവാണ് മൂല്യങ്ങൾ കൈമാറുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. പിള്ളേരാരും മദ്യപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞേച്ചിട്ട് അപ്പൻ പോയി കുടിച്ച് പൂസാവും. അപ്പൻ്റെ ആ ഉപദേശത്തിന് എന്തെങ്കിലും വിലയുണ്ടോ? ഇല്ലേ? പോയിരുന്ന് പഠിക്കടാ പിള്ളേരെ എന്ന് പറഞ്ഞ് നിങ്ങൾ അമ്മമാർ പിള്ളേരോട് വഴക്കുണ്ടാക്കിയിട്ട് നിങ്ങൾ ടി വി ഓണാക്കി സീരിയൽ കാണും. ഇച്ചിരി ഒച്ച കുറച്ച് വെച്ച് പിള്ളേരെ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി. അങ്ങനെ നിങ്ങൾക്ക് സീരിയൽ കാണുന്നത് നിയന്ത്രിക്കാനുള്ള നിയന്ത്രണം മനസ്സിനില്ല എങ്കിൽ നിങ്ങൾ പിള്ളേരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന വല്ല അർത്ഥമുണ്ടോ? ഇല്ല, അല്ലേ? പിള്ളേർ ടി വി കാണുമ്പോൾ നിങ്ങൾ ഓഫാക്കി വെക്കാൻ ശ്രമിച്ചാൽ അവരുടെ മറുപടി എന്താ? അതിന് മമ്മി സീരിയൽ കാണുമ്പോൾ ഞങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ, ഞങ്ങൾ കാണുമ്പോൾ തന്നെ മമ്മിക്ക് ഇത്ര വിഷമം എന്ന് ചോദിച്ച് പിള്ളേർ വീട്ടിൽ വഴക്കുണ്ടാക്കാറില്ലേ? യെസ്, അതിൻ്റെ കാരണം എന്താ എന്ന് ചോദിച്ചാൽ ഈ സാക്ഷ്യമാണ്. നമ്മൾ ജീവിക്കാത്തതൊന്നും മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ വെറും വാക്കുകളും കാറ്റുകളുമായി അവസാനിക്കും. അതുകൊണ്ട് മൂല്യങ്ങളുടെ കൈമാറ്റത്തിന് പരമപ്രധാനമായി വേണ്ടത് സാക്ഷ്യ ജീവിതമാണ്. അത് സാറ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, ചിന്തകളിലൂടെ സംഭാവന ചെയ്യാൻ തോന്നുന്നുണ്ടോ? സാറിന് തോന്നുന്നു? പിതാവേ, നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിലുള്ള ധാർമ്മികതയും യൂറോപ്യൻ പശ്ചാത്തലത്തിലെ ധാർമ്മികതയും രണ്ട് തലത്തിലാണ് പോകുന്നത്. നമ്മുടെ ആളുകൾ യൂറോപ്പിലേക്ക് കുടിയേറി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ജനിച്ചു വളർന്ന കൾച്ചറിനെ വിട്ടവർ മറ്റൊരു സംസ്കാരം സ്വീകരിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ വിവിധ തലങ്ങളിൽ വിവിധ കാഴ്ചപ്പാടുകൾ നിലനിൽക്കുമ്പോൾ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നമ്മൾ എങ്ങനെ അതിനെ ഉൾക്കൊള്ളണം? യെസ്, ധാർമ്മികത എന്ന് പറയുന്നത് സ്വാഭാവിക നിയമങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ്. അത് ഇന്ത്യൻ സംസ്കാരത്തിലും അതുപോലെ യൂറോപ്യൻ സംസ്കാരത്തിലും അമേരിക്കൻ സംസ്കാരത്തിലും ഒക്കെയും ഒന്ന് തന്നെ ആയിരിക്കണം. അത് അടിസ്ഥാനപരമായി എന്തോ മാറ്റമുണ്ട് എന്ന് വിചാരിക്കുന്നത് തെറ്റായ കാഴ്ചപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നു. മാറ്റമുണ്ട്. ഇപ്പോൾ വസ്ത്രധാരണത്തിൽ നിങ്ങളൊക്കെ ഇത്രയും നീളമുള്ള പാൻസ് ഇട്ടുകൊണ്ട് വരുമ്പോൾ അവർ ചിലപ്പോൾ ബെർമുഡായിട്ടുണ്ടായിരിക്കും വരും, അല്ലേ? പള്ളിയിലൊക്കെ അത് കൂട്ടിട്ടുകൊണ്ട് വരുന്ന ചേട്ടന്മാരെ അവിടെ ചെന്നാൽ കാണാം. അപ്പം നമ്മുടെ നാട്ടിൽ ബെർമുഡായിട്ട് പള്ളിയിൽ വരിക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്തോ മഹാഭാവം ചെയ്തെന്നുള്ള മട്ടിൽ അവനെ കാണും. അമേരിക്കയിൽ നിന്ന് വന്ന ചിലർ ഇവിടെ ഇത് കൂട്ടിയിട്ടുകൊണ്ട് പള്ളിയിൽ കയറി വന്നതിന് പല വികാരിച്ചന്മാരും വഴക്കുണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതായത് അത്തരത്തിലുള്ള ചില വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ ധാർമ്മികതയുടെ അടിസ്ഥാനങ്ങളിൽ എല്ലാവർക്കും തുല്യ കാഴ്ചപ്പാടുണ്ടാകണം. ഇപ്പം കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തി വ്യഭിചാരം നടത്തിയാൽ അത് അമേരിക്കയിലും യൂറോപ്പിലും ശരിയാണെന്നും ഇന്ത്യയിൽ മാത്രമേ തെറ്റാണ് എന്നും ചിലർക്ക് അങ്ങനെ ധാരണ കാണും. പക്ഷെ അത് ശരിയല്ല. അതെല്ലായിടത്തും ഒരുപോലെ തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ സമീപിക്കുന്നതിലും ആ തെറ്റിനെ വിലയിരുത്തുന്നതിലും ചിലർക്ക് വീഴ്ചകൾ സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് തെറ്റല്ലാതാകുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുതയാണ്. അതുകൊണ്ട് എനിക്ക് വന്നത് രണ്ടാമത്തെ കാര്യം സാറ് ചോദിച്ചതിൻ്റെ ഒരു ഉത്തരവാണത്. അതായത് എങ്ങനെയാണ് ഈ ധാർമ്മികത വരും തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഇത് ദൈവദത്തമായ നിയമമാണ്, മാറ്റമില്ലാതെ സർവരും അനുസരിക്കേണ്ടതാണ് എന്നുള്ള വ്യക്തമായ അവബോധം ഓരോ തലമുറയിലെയും കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. മൂന്നാമതായി ഇതിനനുകൂലമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ അഴിമതിയും കള്ളത്തരവും അതുപോലെ തന്നെ കൈക്കൂലിയും സാർവത്രികമായൊരു സമൂഹത്തിൽ നമ്മൾ സത്യസന്ധതയെക്കുറിച്ച് ഒരുപാട് പറയുന്നതിൽ അർത്ഥമില്ല, അല്ലേ? ഒരു ഓഫീസിൽ എല്ലാവരും കൈക്കൂലി മേടിക്കുന്നു, ഒരുത്തൻ മാത്രം കൈക്കൂലി മേടിക്കാതിരിക്കുന്നു, അവനെ മറ്റുള്ളവരെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നു, അവൻ കൈക്കൂലി മേടിച്ചില്ല എങ്കിൽ അവനെ വേറെ കള്ളക്കേസുകളിൽ കൊടുക്കുന്നു, എങ്ങനെയെങ്കിലും അവനെ ഓടിക്കാൻ ശ്രമിക്കുന്നു. അവസാനം ഗതികെട്ട് അവനും കൈക്കൂലി മേടിക്കാൻ നിർബന്ധിതനാകും. വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ
ഈ മൂല്യങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം, അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ മൂല്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുകയുള്ളൂ. മൂല്യങ്ങൾക്ക് വിരുദ്ധമായൊരു സംസ്കാരത്തെ വളർത്തിയെടുക്കാനാണ് തിന്മയുടെ ശക്തികൾ നിരന്തരമായി പരിശ്രമിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പം മദ്യം അതെല്ലാ പ്രായത്തിലുമുള്ള കുഞ്ഞുങ്ങൾക്കും സംലഭ്യമാകാൻ തക്ക വിധത്തിൽ നിയമങ്ങൾ തന്നെ നിർമ്മിച്ചുകൊണ്ട് മദ്യത്തിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കാൻ സർക്കാരുകൾ പരിശ്രമിക്കുമ്പോൾ തിന്മയ്ക്ക് അനുകൂലമായ സാഹചര്യമാണ് അവിടെ രൂപീകരിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ മയക്കുമരുന്ന് നമ്മുടെ സ്കൂളുകളിൽ പോലും പരിസരങ്ങളിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യപ്പെടുന്നു. അത് സംലഭ്യമാണ്. ആ ഒരു സാഹചര്യം മാറ്റുന്നില്ല എങ്കിൽ കുഞ്ഞുങ്ങൾ അതിനടിമകളായി തീർന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് നമുക്ക് അറിവുള്ളതാണ്. അതുകൊണ്ട് ഏത് മേഖലകളിലും അതിനനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. ഇന്നിപ്പോൾ മൊബൈൽ ഫോണുകൾ ഏത് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കും വളരെ എളുപ്പത്തിൽ സംലഭ്യമായപ്പോൾ സംഭവിക്കുന്ന എന്താണ്? 10, 20, 25 വയസ്സായി നിങ്ങളുടെ തലമുറയിലെ ആളുകൾ മനസ്സിലാക്കിയിരുന്ന പല കാര്യങ്ങളും, കണ്ട പല കാര്യങ്ങളും ഇന്ന് 5-ാം വയസ്സ് മുതൽ കുഞ്ഞുങ്ങൾ കാണാനും കേൾക്കാനും തുടങ്ങി എന്നുള്ളത് അവരുടെ സ്വഭാവത്തെ സാരമായി സ്വാധീനിക്കാൻ തുടങ്ങി എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിൽ പോലും പീഡനങ്ങളുടെ കഥകൾ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ മൂല്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് വിരുദ്ധമായ ഒരു പ്രതിലോമ സംസ്കാരം രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൂടി പരിഹരിച്ചെങ്കിൽ മാത്രമേ മൂല്യങ്ങളെ വരും തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. വ്യക്തമായല്ലോ അല്ലേ? ഒരു കാര്യം കൂടി ചോദിച്ചാൽ, ഈ ഇന്നത്തെ യുവജനങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ എല്ലാം അനുകരിക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അത് ആരംഭിച്ചാലല്ലേ കുട്ടികൾക്ക് ആ മൂല്യങ്ങൾ ശരിയായിട്ടും അവരുടെ മനസ്സിലത് നിലനിൽക്കുകയുള്ളൂ. യെസ്, സാറ് പറഞ്ഞതും വളരെ സത്യമാണ്. അതായത് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിങ്ങനെ ഒപ്പുകടലാസ് പോലെയാണ് അല്ലേ? അവൻ്റെ അപ്പൻ എന്നാണ് ചെയ്യുന്നത്, അമ്മ എന്താണ് ചെയ്യുന്നത്, അവൻ കൃത്യമായി നോട്ട് ചെയ്യുകയും അപ്പൻ ഇച്ചിരി കൈ വീശി നടക്കുകയാണെങ്കിൽ കൊച്ചും കൈ വീശി നടക്കാൻ തുടങ്ങും അല്ലേ? അവൻ അപ്പനെ അതേപടി അനുകരിക്കുന്നതാണ്. അപ്പനിങ്ങനെ കൈക്ക് എളിക്ക് കൈയും കൊടുത്ത് സംസാരിക്കുകയാണ്, അവനും നിൽക്കുന്ന അങ്ങനെ അങ്ങ് നിൽക്കും. കാരണം അങ്ങനെ നിൽക്കുന്നതിലൂടെ അവൻ അപ്പനെ അനുകരിക്കുന്നതിലൂടെ അവൻ പ്രത്യേകമായൊരു മാനസിക സന്തോഷം കണ്ടെത്തുന്നു. എന്നതുപോലെയാണ് കുഞ്ഞുങ്ങളുടെ കാഴ്ചപ്പാടുകളിലും ധാർമ്മികതകളിലുമെല്ലാം. അപ്പന് സത്യസന്ധതയെക്കുറിച്ച് ഒരു ബോധവുമില്ലാതെയാണ് അപ്പൻ പ്രവർത്തിക്കുന്നതെന്ന് കാണുമ്പോൾ മക്കൾക്കും സത്യവിരുദ്ധമായത് ചെയ്യാൻ ഒരു വിഷമവും ഇല്ലാണ്ട് ആ ഒരു അപകടം ഉണ്ട് എന്നുള്ളതിനാൽ കുടുംബങ്ങളിൽ നിന്നാണ് ഇത് ആരംഭിക്കേണ്ടത് എന്നുള്ള സാറിൻ്റെ നിരീക്ഷണം വളരെ ശരിയാണ്. ഇത്രയും വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, പുതിയ നിയമം, സ്നേഹത്തിൻ്റെ നിയമം, കൃപാവരത്തിൻ്റെ നിയമം, സ്വാതന്ത്ര്യത്തിൻ്റെ നിയമം എന്നൊക്കെ പറയാൻ കാരണം എന്താണ്? അമൽ റാണി ടീച്ചറിൻ്റെ ചോദ്യം, ഈ പുതിയ നിയമം സ്നേഹത്തിൻ്റെ നിയമമാണ്, കൃപാവരത്തിൻ്റെ നിയമമാണ് എന്നൊക്കെ പറയാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ കാരണം വളരെ ലളിതമാണ്. സ്നേഹം മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനാണ് പുതിയ നിയമത്തിൻ്റെ ഹീറോ അല്ലേ? പുതിയ നിയമത്തിൻ്റെ നായകൻ ഈശോ മിശിഹായാണ്. അവൻ ദൈവസ്നേഹത്തിൻ്റെ മനുഷ്യാവതാരമാണ്. സ്നേഹം മനുഷ്യനായി അവതരിച്ചതാണ് ഈശോ എന്നുള്ളതിനാൽ പുതിയ നിയമം സ്നേഹത്തിൻ്റെ വാർത്തയാണ്, അതിനകത്ത് സംശയമില്ല. അവൻ്റെ കുരിശുമരണത്തിലൂടെയാണ് ലോകത്തിന് വരപ്രസാദം സംലഭ്യമായത് എന്നുള്ളതിനാൽ അതിനെ കൃപാവരത്തിൻ്റെ സുവിശേഷം എന്ന പുതിയ നിയമത്തെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് ഈശോ മിശിഹായുടെ നിറസാന്നിധ്യമാണ് പുതിയ നിയമത്തെ പഴയ നിയമത്തിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നത്, വ്യത്യസ്തമാക്കുന്നത് എന്ന് ഓർത്താൽ മതി. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ടീച്ചറുടെ പേരെന്താണ്? ഷാൻഡി. ടീച്ചർ ചോദ്യം, സുവിശേഷ നിയമത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? ഈ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മെ ശക്തരാക്കുന്നത് എന്താണ്? യെസ്, ഷാൻഡി ടീച്ചറിൻ്റെ ചോദ്യം വളരെ
വിചിത്രമെന്ന് ചിലപ്പോൾ ശ്രോതാക്കൾക്ക് തോന്നാം. സുവിശേഷ നിയമത്തിൻ്റെ ഉള്ളടക്കം എന്ത് എന്ന്. അത് നമ്മുടെ മലയാളം വിവർത്തനത്തിൽ സുവിശേഷ നിയമം എന്ന് ചേർത്തിരിക്കുന്ന പുതിയ നിയമത്തെയാണ്, അല്ലേ? പുതിയ നിയമത്തിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ സുവിശേഷ നിയമം എന്ന് പറയുന്ന പുതിയ നിയമത്തിൻ്റെ ശരിയായ ഉള്ളടക്കം ഏതാണ്? അതിന് പല പ്രത്യേകതകളുണ്ട് എന്നുള്ളത് സത്യം. പക്ഷേ അത് അടിസ്ഥാനപരമായി ക്ഷമിക്കുന്ന സ്നേഹം. ആ ക്ഷമിക്കുന്ന സ്നേഹം പഴയ നിയമത്തിൽ എന്താണ്? നേരെ തിരിച്ചായിരുന്നു. കണ്ണിന് പകരം കണ്ണ്. ഒരുത്തൻ നിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചാൽ നീയും പോയി അവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു, പക്ഷേ അവനെ തല്ലിക്കൊല്ലാൻ പാടില്ല. അതായിരുന്നു ഒരു നിയന്ത്രണമാണത് കൊണ്ടുവന്നത്. അതിൽ പ്രതികാര നിയമം എന്ന് പറയുമ്പോൾ പണ്ട് ചെയ്യുന്ന എന്താണ്? ഒരുത്തൻ്റെ കാല് തല്ലി ഓടിച്ചു, അതിന് പകരം പോയി അവനെ തല്ലിക്കൊന്നു, ആ കുടുംബത്തിന് മുഴുവൻ തീയിട്ട് കൊന്നു കളഞ്ഞു എന്ന് വിചാരിക്കും. അത്തരം പ്രതികാരം പാടില്ല, അത് ശിക്ഷിക്കപ്പെടും. അതേസമയം അവൻ നിൻ്റെ ഇടത്തുകാല് തല്ലി ഓടിച്ചെങ്കിൽ നീയും പോയി കൃത്യം അവൻ്റെ ഇടത്തുകാല് തന്നെ തല്ലി ഓടിച്ചു, അപ്പോൾ കുഴപ്പമില്ല എന്നാണ് പഴയ നിയമം പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അവൻ ഒറ്റയടിക്ക് നിൻ്റെ 2 പല്ല് കൊഴിച്ചെങ്കിൽ നിനക്ക് 2 പല്ല് കൊഴിച്ചിടണം. അതിൽ കൂടുതൽ പല്ല് പൊഴിഞ്ഞു പോയാൽ നിനക്ക് ശിക്ഷ കിട്ടും. ഇതാണ് പഴയ നിയമത്തിലെ ശിക്ഷാ നിയമം. മനസ്സിലാകുന്നു? ആ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഈശോ പറഞ്ഞെന്താണ്? 70 പ്രാവശ്യം ക്ഷമിക്കണം, നിരുപാധികം ക്ഷമിക്കണം, തിരികെ കിട്ടിയേല എങ്കിലും നീ വായ്പ കൊടുക്കണം, വായ്പ മേടിച്ച് പറ്റിക്കാൻ വരുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്, അല്ലേ? ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കുക, 1 മൈൽ ദൂരം പോകാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ 2 മൈൽ ദൂരം പോവുക, മേലങ്കി പിടിച്ചു പറിക്കുന്നവന് ഷർട്ടും കൂടെ കൊടുത്തു വിട്ടേക്കാൻ പറഞ്ഞു. ഇങ്ങനെ ഈശോയുടെ നിരുപാധികമായ സ്നേഹമുണ്ട്. വ്യവസ്ഥയില്ലാത്ത സ്നേഹം, അത് ക്ഷമിക്കുന്ന സ്നേഹമാണ്. കുരിശിൽ വെച്ച് തന്നെ മൃഗീയമായി പീഡിപ്പിച്ച് ഇഞ്ചിഞ്ചായി ചതച്ച് കൊല്ലുന്നവരോടും കർത്താവ് ആ ഒരു ക്ഷമിക്കുന്ന സ്നേഹം പ്രകടമാക്കിയപ്പോൾ പുതിയ നിയമത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ മലയാളം വിവർത്തനത്തിൽ പറയുന്നത് പോലെ സുവിശേഷ നിയമത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ക്ഷമിക്കുന്ന സ്നേഹമാണ്. ആ ഒരു ക്ഷമ വ്യവസ്ഥയില്ലാതെ ചെയ്യാൻ കഴിയുമ്പോഴാണ് എന്തായി മാറുന്നത്? അത് പുതിയ നിയമത്തിൻ്റെ ഹൃദയമായി തീരുന്നത്, അതിൻ്റെ അടിസ്ഥാനമായി തീരുന്നത് എന്ന് മനസ്സിലാക്കി. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, ടീച്ചറുടെ പേരെന്താണ്? എൻ്റെ പേര് സിമി. ഓക്കെ, ടീച്ചർ ചോദ്യം. പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്: എന്താണ് നീതീകരണം? എങ്ങനെയാണ് നീതീകരണം സാധ്യമാകുന്നത്? നീതീകരണം, അത് നമുക്കറിയാം, വരപ്രസാദവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. പൗലോസ് അപ്പസ്തോലനാണ് ആ പദം പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. ക്രിസ്തുവിൽ നാം നീതീകരിക്കപ്പെട്ടു, വിശ്വാസം വഴിയുള്ള നീതീകരണം. ഇങ്ങനെ നീതീകരണവുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ പദപ്രയോഗങ്ങൾ അപ്പസ്തോലൻ നടത്തുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. എന്താണ് ഈ നീതീകരണം എന്ന് ചോദിച്ചാൽ, നീതീകരണം എന്ന് പറയുന്നത് അതൊരു കോടതി ഭാഷയാണ്, ഒരു ഫോറൻസിക് ടെർമിനോളജിയാണ്. അതായത് ഒരു വ്യക്തി ഇപ്പോൾ 10,000 രൂപ വേറെ ആൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു. 10,000 രൂപ കൊടുക്കാനുണ്ടായിരുന്ന ആൾക്ക് അത് കൊടുക്കാൻ അയാളുടെ കയ്യിൽ ഇല്ലാത്തപ്പോൾ വേറൊരാൾ കൊണ്ടുപോയി എന്ത് കൊടുത്തു? ആ 10,000 രൂപ കടം വീട്ടി. കടം വീട്ടിക്കഴിഞ്ഞപ്പോൾ പ്രശ്നം തീർന്നു. ഇയാൾ കൊടുക്കാൻ നിവൃത്തിയില്ലാതിരുന്നപ്പോഴും ഇയാൾ നീതീകരിക്കപ്പെട്ടു. കാരണം എന്താണ്? ഇയാൾക്ക് പകരമായി വേറൊരാൾ അത് കൊടുത്തു. അതാണ് ഈ നീതീകരണം എന്ന് പറയുന്നത്. അതായത് നമ്മൾ പാപികളായിരിക്കവേ ഈ പാപത്തിന് പരിഹാരം ചെയ്യാൻ കഴിവില്ലാത്ത അവസ്ഥയിലായി. നമുക്കൊരിക്കലും ഇതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റിയല്ല, ഇതിനൊരു പരിഹരിക്കാനും പറ്റിയല്ല. കാരണം എന്താണ്? മനുഷ്യപ്രകൃതി ഒന്നാകെ പാപത്തിന് അധീനമായി കഴിഞ്ഞപ്പോൾ, ഇതിന് പരിഹാരമില്ലാതായി തീർന്നപ്പോൾ ദൈവം തന്നെ മനുഷ്യനായി വന്ന് പിറന്ന് ഇതിന് പരിഹാരം ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? നീതീകരണം സംഭവിച്ചു. അതാണ് ഈ നീതീകരണം എന്ന് നമ്മൾ പലപ്പോഴും പറയുക. യഥാർത്ഥത്തിൽ നീതി നടപ്പിലാകണമെങ്കിൽ ഈ വ്യക്തി തന്നെ ശിക്ഷ എടുക്കണമായിരുന്നു. ഈ വ്യക്തി ശിക്ഷിക്കപ്പെടുന്നതിന് പകരം ഈ വ്യക്തിക്ക് പകരമായി മറ്റൊരാൾ ആ ശിക്ഷ ഏറ്റുവാങ്ങിയപ്പോൾ നീതി സംഭവിച്ചു. നീതീകരണം എന്ന് പറഞ്ഞാൽ നീതി പ്രവർത്തിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. നീതി സംഭവിച്ചു കഴിഞ്ഞു. അതാരിലൂടെയാണ് സംഭവിച്ചത്? യേശുവിലൂടെ. ഈശോയിലൂടെയാണ് ഈ നീതി സംഭവിച്ചല്ലേ?
ഈശോയിലൂടെ നീതി സംഭവിച്ചു. ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്? പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഈശോ പറഞ്ഞു, പിതാവേ, സകല മനുഷ്യർക്കും പകരമായി എൻ്റെ രക്തവും ജീവനും ഞാനിതാ സമർപ്പിക്കുന്നു. വാസ്തവത്തിൽ സകല മനുഷ്യർക്കും വേണ്ടി മനുഷ്യനായി പിറന്നവൻ, പാപമില്ലാത്തവൻ, പാപമായി തന്നെ സമർപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? നീതീകരണം സാധ്യമായി. അത് മനുഷ്യൻ്റെ കഴിവുകൊണ്ട് സാധിക്കുകയില്ല. നമ്മൾ എത്ര ശക്തമായി പരിശ്രമിച്ചാലും നമ്മുടെ നീതീകരണം നമുക്ക് തന്നെ നേടിയെടുക്കാൻ പറ്റിയല്ല. അത് ദൈവം നമുക്ക് വേണ്ടി ഇടപെടുമ്പോൾ സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് നീതീകരണം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ നീതീകരണത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ദൈവം നമ്മളെ നീതീകരിച്ചു, അതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് അപ്രസക്തമാണ് എന്ന് ചിന്തിക്കുന്ന പ്രൊട്ടസ്റ്റൻ്റ് കാഴ്ചപ്പാടുണ്ട്. ലൂതർ അപ്രകാരം വാദിച്ചതാണ്. ലൂതർ പറഞ്ഞു, വിശ്വാസം വഴി ഒരുവൻ നീതീകരിക്കപ്പെട്ടു, ഇനിമേൽ അവൻ്റെ പ്രവൃത്തികൾ അവൻ്റെ നിത്യഭാഗ്യത്തെ നിശ്ചയിക്കുന്ന ഘടകങ്ങളേ അല്ല. എന്ന് പറഞ്ഞാൽ നീതീകരിക്കപ്പെട്ട വ്യക്തി എങ്ങനെ വേണേലും ജീവിച്ചാലും അയാൾ സ്വർഗത്തിൽ പോകും. കാരണം എന്താണ്? അവൻ ഈശോയിൽ വിശ്വസിച്ചു, അതിനാൽ അവൻ സ്വർഗത്തിൽ പോകും. കത്തോലിക്ക വിശ്വാസം നേരെ വിരുദ്ധമായി പഠിപ്പിച്ചു. നീതീകരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട്, ഒരുവൻ ഈശോയിൽ വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോവുകയല്ല, നീതീകരിക്കപ്പെട്ടതിൻ്റെ ലക്ഷണമായിട്ട് നന്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. നന്മ പ്രവർത്തിക്കുക എന്നുള്ളത് നീതീകരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ഈശോയിൽ വിശ്വസിച്ചു, നീതീകരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ സാക്ഷ്യം എന്താണ്? ആ വ്യക്തി നന്മ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അപ്പം ഇത് അടിസ്ഥാനപരമായി ഒരു വലിയ വ്യത്യാസമായിട്ട് നൂറ്റാണ്ടുകളായി സഭകൾ തമ്മിൽ ഭിന്നതയിലായിരുന്നു. അതായത് പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞു, ഈശോയിൽ ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഇനിമേൽ എൻ്റെ ഒരു തിന്മപ്രവൃത്തിയും എനിക്ക് ദോഷമായി തീരില്ല, ഞാൻ നീതീകരിക്കപ്പെട്ട മനുഷ്യനാണ്. സഹോദരൻ രക്ഷിക്കപ്പെട്ടവനാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അവർ, അല്ലേ? എന്ന് പറഞ്ഞാൽ നീതീകരിക്കപ്പെട്ടവനാണോ എന്ന് തന്നെയാണ് ഈ ചോദിക്കുന്നത്. നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രക്ഷ സുനിശ്ചിതമാണ്. കത്തോലിക്കാ സഭ പഠിപ്പിക്കും, നീതീകരിക്കപ്പെട്ടു എന്നുള്ളത് രക്ഷയിലേക്കുള്ള തുറവിയാണ്. ആ രക്ഷയുടെ കവാടം കടന്ന് ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ സ്വന്തം പ്രവൃത്തികളെ വിശുദ്ധീകരിച്ചുകൊണ്ടാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു നീതീകരണത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സഭയിൽ ഉണ്ടായിരുന്നു, അല്ലെ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി നിങ്ങൾ തിരിച്ചറിയണം. സിമി ടീച്ചർക്ക് ഉത്തരം വ്യക്തമായല്ലോ അല്ലേ? പ്രേക്ഷകരായ നിങ്ങൾക്കും CCAT-ലേക്ക് സംശയങ്ങൾ എഴുതി അറിയിക്കാവുന്നതാണ്. അറിയിക്കേണ്ട വിലാസം: To the producer, CCAT, Shalom Television, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.